വെടിക്കെട്ട് അപകടമുണ്ടായ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തി. വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളും മറ്റും കണ്ടെത്തുന്നതിനായാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് അപകടം നടന്ന ഈ പറമ്പിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ഏറെ മണിക്കൂറുകളോളം പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും വെള്ളമൊഴിച്ചും മറ്റ് വെടിക്കോപ്പുകൾ നിർവീര്യമാക്കിയുമാണ് ഇവിടേക്ക് കടക്കാൻ സാധിച്ചത്. രാത്രിയായതിനാൽ തിരച്ചിലും ദുഷ്കരമായിരുന്നു. നേരം വെളുത്തപ്പോൾ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. കൃത്യമായ പരിശോധനകൾ നടക്കുകയാണ്. എത്രത്തോളം വെടിമരുന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഈ വെടിക്കെട്ട് നടന്നപ്പോൾ ഇവിടെ വ്യാപകമായി വെടിമരുന്നിൻ്റെ അവശിഷ്ടങ്ങൾ പൊട്ടാത്തതുമായ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, തൊട്ടടുത്ത് ഇവിടെ കിടക്കുന്നത് കാണാം, വെടിമരുന്ന് ശാലയിൽ നിന്ന് തെറിച്ചു വീണതാണ്. ഇതുപോലെയുള്ള ഇതെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടായിരിക്കാം. ദുരന്തം വളരെ ഭീതിതമായൊരു ദുരന്തം, അത് എത്രമാത്രം വലിയതാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ തൊട്ടടുത്തായിരുന്നു, ഷാജി എന്നാണ് പേരെന്ന് പറഞ്ഞത്, തൊട്ടടുത്തുണ്ടായിരുന്നു. ഒരു 100 മീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ നടന്നത്. അവിടെ പണിയെടുക്കായിരുന്നു. ഞങ്ങൾ അവിടെ സൗണ്ട് കേട്ട് പുറത്തേക്ക് നടന്നിട്ട് നോക്കുമ്പോൾ വലിയൊരു തീ കോളാണ് കണ്ടത്. അടുത്തുനിന്ന് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ട്. ഞങ്ങൾ ഓടി അവിടെ ഏതാണ്ട് അടുത്തെത്തിയെങ്കിലും പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ഒരു 100-150 മീറ്റർ അകലെ ഞങ്ങൾ നടന്നു. ദിവസം ഇവിടെ പണി നടക്കുന്നത് കാണാറുണ്ട്. എത്രത്തോളം പേർ എല്ലാ സമയവും പണിക്കാരായിട്ട് ഉണ്ടാവാറുണ്ട്? അവരെ ഗ്യാങ്ങിലൊരു 10-50 പേരുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ 40 പേരെ വന്നിട്ടുള്ളതാണ് കേട്ടത്. വലിയ തോതിലുള്ള പടക്കശേഖരം ഉണ്ടായിരുന്നു. പക്ഷേ അവർ തന്നെ പറയുന്നത് കുറച്ച് പടക്കങ്ങൾ പണി പൂർത്തിയായവ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം മുന്നേ കൊണ്ടുപോയിരുന്നു അവിടെ. പിന്നെ ബാക്കിയുള്ളത് ഉണ്ടാവുള്ളൂ. അവർ 3 സ്ഥലത്ത് വേറെ ഉണ്ടാവും, തരണ്ടാവുള്ളൂ. അതെ, അത്രയും കുറഞ്ഞു ഇതായത്. എന്നാലും അത്രയും ഭീകരമായിട്ടുള്ള തീ ഇപ്പം തന്നെ കണ്ടിരുന്നത്. ഈ ദുരന്തം നേരിൽ കണ്ടിട്ടുള്ള ഒരു ആഘാതം, അത്രയേറെ വെടിമരുന്ന് ശേഖരം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് വെടിമരുന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയതായി പറയുന്നു. എന്നിട്ട് പോലും എത്രയേറെ വലിയ ആഘാതമായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ എത്രമാത്രം വെടിമരുന്ന് ശേഖരം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ, എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം കണക്കെടുപ്പ് ഉന്നത പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ളവർ എത്തി നടത്തുന്നു.